ഞാൻ സുരേഷ് മാത്യു, കോർപ്പറേറ്റ് ലോയർ. ഇന്ന് നമ്മൾ ഭാരതീയ നീതിന്യായ സംഹിത BNS അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള വലിയൊരു മുന്നേറ്റം. ഒരു നൂറ്റാണ്ടിന് ശേഷം IPC മാറ്റി BNS വരുമ്പോൾ അത് നമ്മൾ ഗ്ലോബൽ ട്രെൻഡിനോട്, അതായത് ഈ നിയമ വ്യവസ്ഥയുടെ ഗ്ലോബൽ ട്രെൻഡിനോട് നമ്മൾ കൂടുതൽ ആ ലൈനിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് പരമ്പരാഗതമായിട്ടുള്ള ശിക്ഷാ നടപടിയിൽ അധിഷ്ഠിതമായ ആ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ചില ഭാഗങ്ങളിലെങ്കിലും നമ്മൾ പുനരധിവാസത്തെ പറ്റിയും സാമൂഹിക സേവനത്തെ പറ്റിയും ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷ വകുപ്പാണ് 303(2). അതായത് മോഷണത്തിന്റെ ശിക്ഷയാണ് അതിന്റെ പ്രധാനപ്പെട്ട. അതൊരു ചെറിയ ഭാഗം ചേർത്തിട്ടുണ്ട്. ചിലതെല്ലാം വളരെ വളരെ പ്രാധാന്യമുണ്ടാവും. നമ്മൾ മോഷ്ടിക്കപ്പെടുന്ന വസ്തുവിന്റെ മൂല്യം 5000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കുകയും ആദ്യമായിട്ടൊരു മോഷണം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ജയിലിലേക്ക് എല്ലാം അയച്ച് അയാളെ ആ ക്രിമിനൽ സംവിധാനത്തിലേക്ക്, അതായത് ഒരു തുടക്കത്തിൽ തന്നെ ഒരു ശിക്ഷാ നടപടിക്കെല്ലാം വിധേയനാക്കി ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ തുകയ്ക്ക് തുല്യമായ ഒന്നുകിൽ ആ തുകയോ അല്ലെങ്കിൽ ആ തുകയ്ക്ക് ആ വസ്തുവിന്റെ മൂല്യത്തിന് തുല്യമായ തുകയോ തിരികെ കൊടുപ്പിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു പുനരധിവാസ സംവിധാനം. ശിക്ഷാ നടപടി ജയിൽവാസം, ഫൈനല്ല, മറിച്ച് ഇതിങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ആ മറ്റേ 303(2) വരുന്നൊരു പ്രധാനപ്പെട്ട. ഇത് ആദ്യത്തെ ഇതിനെ പറ്റുള്ളൂ. മോഷണ ശ്രമം ആദ്യമായിട്ടുള്ള മോഷണം പറ്റേ ഇത് ശരിക്കും നമ്മുടെ ആ മാറി വരുന്ന ചിന്താഗതിയാണ്. ശിക്ഷിച്ചേ പറ്റൂ. അവൻ ചെറിയ കുറ്റങ്ങളും അങ്ങനെയുള്ള വ്യക്തികളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നമ്മുടെ സമൂഹധാരയിലേക്ക് സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആ സമീപനം. അപ്പൊ ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ പല രീതിയിലാണ്. ഇപ്പം കൂടുതലായിട്ടുള്ള വിധികളൊന്നും ഹൈക്കോടതികളിലോ മറ്റു കോടതികളിലൊന്നും അതിന്റെ പിന്നീടുള്ള പ്രസിഡന്റോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്ന ഉത്തരവേ ഉള്ളൂ. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ശിക്ഷയായിട്ട് വരാൻ പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ മറ്റേ ക്ലീനിങ്ങിൽ ഒരു ദിവസം 2 മണിക്കൂർ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ വരെ സ്റ്റാഫ് ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറിന് മേൽനോട്ടത്തിൽ ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുക എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. ഏതായാലും വിധികൾ വരാൻ പോകുന്നുണ്ട്. ഈ നിയമം ഇപ്പോ നടപ്പായി തുടങ്ങിയിട്ടേ ഉള്ളൂ. പുതിയ പുതിയ വിധികൾ വരണം. ഏതായാലും ഇപ്പൊ നിലവില് ലോ സൈറ്റുകളിലൊന്നും അത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നില്ല. അപ്പൊ ഇതാണ് എന്തായാലും 303(2) ഇങ്ങനെ 5000 എന്ന് പറയുന്ന ആദ്യത്തെ കുറ്റവും അതുപോലെ തന്നെ ആദ്യത്തെ ആയിട്ട് മോഷണ ശ്രമം നടത്തുന്ന വ്യക്തി അതും അതിന്റെ മൂല്യം 5000 താഴെയുമാണെങ്കിൽ ഈ വ്യക്തിക്ക് കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ടല്ല, അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അങ്ങേയറ്റം മുന്നേറ്റം വരുത്തുന്ന ഒരു സംഭവം. ഇത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ വീഡിയോ പറഞ്ഞു. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.